അടുത്തത് എലിപ്സിൻ്റെ റിഫ്ലക്ഷൻ പ്രോപ്പർട്ടി നോക്കി നോക്കാം. ആദ്യം ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞുതരാം, എന്നിട്ട് പ്രൂഫിലേക്ക് പോവാം. ഇപ്പോൾ എലിപ്സിൻ്റെ റിഫ്ലക്ഷൻ പ്രോപ്പർട്ടി ഓൾറെഡി ഞാൻ പറഞ്ഞു. ഒരു ഫോക്കസിലൂടെ നമ്മൾ ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ, ഒരു എലിപ്റ്റിക്കൽ മിററിൻ്റെ ഒരു ഫോക്കസിലൂടെ ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ അത് റിഫ്ലക്റ്റ് ചെയ്തിട്ട് മറ്റേ സെക്കൻഡ് ഫോക്കസിലൂടെ പാസ് ചെയ്യും. ഓക്കെ, ഈ സ്റ്റേറ്റ്മെൻറ്റ് വൃത്തിയായിട്ട് പഠിച്ചു വയ്ക്കുക. ലൈറ്റ് വിച്ച് കംസ് ഫ്രം വൺ ഫോക്കസ് ഓഫ് ആൻ എലിപ്റ്റിക്കൽ മിറർ ഇസ് റിഫ്ലക്റ്റഡ് അറ്റ് ദ എലിപ്സ് ടു പാസ് ത്രൂ ദ സെക്കൻഡ് ഫോക്കസ്. എങ്ങനെയെങ്കിലുമൊക്കെ വൃത്തിയായി പഠിച്ചു വെച്ചോ. റിഫ്ലക്ഷൻ പ്രോപ്പർട്ടീൻ്റെ എലിപ്സിൻ്റെ റിഫ്ലക്ഷൻ പ്രോപ്പർട്ടീൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. ഇത് കണ്ടോ, നിങ്ങൾ ഈ എഫിൽ നിന്ന് ലൈറ്റ് അടിക്കാൻ കരുതുക. അത് എവിടേക്ക് അടിച്ചു കഴിഞ്ഞാലും ഇത് ഇങ്ങനെ പോയിട്ട് അപ്പുറത്തെ ഫോക്കസിലേക്ക് പോകും. അത് ഇങ്ങോട്ടാണ് നിങ്ങൾ ലൈറ്റ് അടിച്ചതെന്നുണ്ടെങ്കിൽ ഇവിടെ തട്ടിയിട്ട് ഒരു ഫോക്കസിൽ നിന്ന് അടിച്ച ലൈറ്റ് മറ്റേ ഫോക്കസിലൂടെ പാസ് ചെയ്യുള്ളൂ. ഇത്രയേ ഉള്ളൂ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ശരി. ഇനി അത് പ്രൂഫ് നോക്കാം. ജസ്റ്റ് റിയൽ ലൈഫ് എക്സാമ്പിൾസ് ഒക്കെ ജസ്റ്റ് നോട്ട് ചെയ്തേ ഉള്ളൂ. എലിപ്റ്റിക്കൽ റിഫ്ലക്റ്റേഴ്സും വിസ്പറിങ് ഗാലറീസ് അതൊന്നും നിങ്ങൾ കാര്യമായിട്ട് ബോധർ ചെയ്യേണ്ട, അതുകൊണ്ട് ടെക്സ്റ്റിലില്ല, അത് നോക്കണ്ട നിങ്ങൾ. ഓക്കെ, കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്, അത്ര മനസ്സിലാക്കി വയ്ക്കുക. ഇനി അതിൻ്റെ പ്രൂഫിന് നിങ്ങൾ ചെയ്യേണ്ടത്, അതെ, ഫസ്റ്റ് നമ്മൾ കുറച്ച് ഡയലോഗ്സ് കരുതുമല്ലോ. നമ്മളൊരു ചിത്രം വരച്ചിട്ടാണ് വരയ്ക്കേണ്ട. ചിത്രം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിൽ എലിപ്സിന് ഇ എന്ന പേര് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നോർമലി എലിപ്സിൻ്റെ പാരാമെട്രിക് ഫോമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്, എ കോസ് ടി ബി സൈൻ ടി എന്നുള്ളത്. ഓക്കെ, സ്റ്റാൻഡേർഡ് ഫോമിലുള്ള എലിപ്സിൻ്റെ ഒരു ആർബിട്രറി പോയിൻറ്റ് എ കോസ് ടി ബി സൈൻ ടി എന്നുണ്ടാവുക. അപ്പോൾ പി എന്ന് പറഞ്ഞാൽ ഒരു ആർബിട്രറി പോയിൻ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ ആ പീനെ നമ്മൾ പ്രൂവ് ചെയ്യാൻ എളുപ്പത്തിന് സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് പി ഫസ്റ്റ് ക്വാർട്ടറിലാണെന്ന് അസ്യൂം ചെയ്തിട്ടുണ്ട്. ഓക്കെ, പി ശരിക്കും എവിടെയാവാം, നമ്മൾ ഫസ്റ്റ് ക്വാർട്ടറിലെ ഒരു പോയിൻ്റ് പി എന്ന് എടുത്തിട്ടുണ്ട്. ഇനി പ്രൂഫിലേക്ക് പോകുന്നു. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഈ സെൻറ്റൻസുകളൊക്കെ ഒന്ന് എഴുതി കൊടുക്കണം, നല്ലതാണ്. അറ്റ്ലീസ്റ്റ് ആർബിട്രറി പോയിൻറ്റ് പി എ കോസ് ടി ബി സൈൻ ടി എങ്കിലും എഴുതി കൊടുക്കുക. ഈ ചിത്രം വൃത്തിയായിട്ട് വരയ്ക്കാൻ പഠിക്കാം. ഇതാണ് പ്രൂഫിന് വേണ്ട ഫിഗർ. ഓക്കെ, ഞാനത് എനിക്കിനി പ്രൂഫ് നോട്ടിൽ എഴുതണം. അപ്പോൾ ഇനി ബാക്കിയുള്ളതൊക്കെ നോട്ടിലാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രൂഫ് ഈ ഫിഗർ ഒന്ന് പ്രിൻ്റ് എടുത്താണ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. ഓരോന്ന് എന്താണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. ദേ, പി എന്ന് പറഞ്ഞതാണ് ആർബിട്രറി പോയിൻറ്റ്. അപ്പോൾ എ കോസ് ടി ബി സൈൻ ടി ആണ് അതിൻ്റെ പാരാമെട്രിക് ഫോം നമ്മൾ പറഞ്ഞു. ദേ, ഒരു ഫോക്കസ് ഇവിടെ ഉണ്ട്, മറ്റൊരു ഫോക്കസ് ഇവിടെയുണ്ട്. അപ്പോൾ ഫോക്കസിൻ്റെ ഫോമാറ്റൊക്കെ നമ്മൾ ബൈഹേർട്ടായി പഠിച്ചിട്ടുണ്ടാവും. AE0 മൈനസ് AE0 എന്നുള്ളത്. അതുപോലെ ഡയറക്ട്രിക്സ് ഉണ്ട് ഇവിടെ, ഒരു ഡയറക്ട്രിക്സ്. അതിൻ്റെ ഇക്വേഷൻ എക്സ് ഈക്വൽ ടു A/E. അടുത്ത ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ എക്സ് ഈക്വൽ ടു മൈനസ് A/E. ജസ്റ്റ് അതൊക്കെ നോട്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, പിന്നെ ഈ ടി എന്ന പോയിൻ്റ് എന്താണെന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞാൽ, ടി നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, ടാൻജൻ്റാണ്. ടാൻജൻറ്റ് ആക്സിസിനെ മീറ്റ് ചെയ്യുന്ന പോയിൻ്റായിട്ടാണ് ഞാൻ ടി എടുത്തിട്ടുള്ളത്. നമുക്ക് പ്രൂഫിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വേണ്ട, അത് സ്റ്റാർട്ടിങ്ങിൽ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ രണ്ട് ഫോക്കസുകൾ, ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ നമ്മൾ ഫിഗർ ഒരു കാര്യം കൂടെ, രണ്ട് പോയിൻറ്റ്സും കൂടെ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ എലിപ്സിൻ്റെ അല്ലെങ്കിൽ കോണിക് സെക്ഷൻ്റെ ഡെഫിനിഷനൊക്കെ പറയുന്നത് ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസും ഡയറക്ട്രിക്സിലേക്കുള്ള ഡിസ്റ്റൻസും തമ്മിലുള്ള റേഷ്യോ ഫിക്സഡ് ആയിരിക്കുന്ന. അപ്പോൾ ഡയറക്ട്രിക്സിലേക്കുള്ള ഡിസ്റ്റൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പോയിൻ്റ് ഇതും കൂടെ നിങ്ങൾ ആഡ് ചെയ്ത് ചേർക്കൂ. ഡി എന്ന പോയിൻ്റായിട്ട് ഞാൻ ഡയറക്ട്രിക്സിലുള്ള പി എന്ന് ഡയറക്ട്രിക്സിലേക്കുള്ള പെർപെൻഡിക്കുലർ ലൈൻ മീറ്റ് ചെയ്യുന്ന ഡി എന്ന പോയിൻ്റ് ഇവിടെ ഡി ഡാഷ്. അത് നിങ്ങൾ എഴുതൊന്നും വേണ്ട, ജസ്റ്റ് ഫിഗറിൽ കാണിച്ചാൽ മതി. ഓക്കെ, ഇനി പ്രൂഫിലേക്ക് പോവാം. ഇതാണ് വരയ്ക്കേണ്ട ഫിഗർ. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമ്മൾ പി എന്ന പോയിൻ്റ് എ കോസ് ടി ബി സൈൻ ടി എന്ന് എടുത്തത്. ഇനി ഡി എന്ന പോയിൻറ്റും ഡി ഡാഷ് എന്ന പോയിൻറ്റും നമുക്ക് എന്താണെന്നുള്ള അതിൻ്റെ കോർഡിനേറ്റ്സും കൂടെ കിട്ടണം. അതിന് സിമ്പിളായിട്ട് ആലോചിക്കുക. ഇത് ഒരു പാരലൽ ലൈൻ അല്ലേ വൈ ആക്സിസിന്, അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു A/E എന്നല്ലേ ഈ ലൈനിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇതിലത്തെ ഏത് പോയിൻറ്റിൻ്റെയും എക്സ് വാല്യൂ A/E ആവുന്നതാണല്ലോ. അപ്പോൾ എക്സ് വാല്യൂ A/E ആയിരിക്കും ഡീൻ്റെ. ഇനി വൈ വാല്യൂ നോക്കാം. ഈ ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് അല്ലേ, അല്ലെങ്കിൽ പോട്ടെ, ഈ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് എ കോസ് ടി ബി സൈൻ ടി ആണ് അല്ലേ. അതായത് എക്സ് വാല്യൂ എ കോസ് ടി, വൈ വാല്യൂ ബി സൈൻ ടി. വൈ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ബി സൈൻ ടി, ഈ ഡിസ്റ്റൻസ്. ഓക്കെ, ഈ ഡിസ്റ്റൻസ് ആവുമല്ലോ ബി സൈൻ ടി എന്ന് പറഞ്ഞിട്ട് വരിക. അങ്ങനെയാണെങ്കിൽ ഡിക്കും അതേ വൈ വാല്യൂ ആയിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ A/Eയും ബി സൈൻ ടി ആയിരിക്കും ഇതിൻ്റെ കോർഡിനേറ്റ്സ്. മാറിപ്പോയോ? ഇല്ല, A/Eയും ബി സൈൻ ടി ആയിരിക്കും ഡീൻ്റെ കോർഡിനേറ്റ്സ്. അപ്പോൾ ഞാൻ ഡീൻ്റെ കോർഡിനേറ്റ്സ് എക്സ് വാല്യൂ A/E, വൈ വാല്യൂ ബി സൈൻ ടി. അതുപോലെ ഡി ഡാഷിൻ്റെ എക്സ് വാല്യൂ എന്താ, എക്സ് ഈക്വൽ ടു മൈനസ് A/E ആയിരിക്കും. അപ്പോൾ മൈനസ് A/E ആണ് വരിക. അത് ചിത്രത്തിൽ എഴുതാമെന്നില്ല കേട്ടോ, നിങ്ങൾ നോട്ടിൽ എഴുതിയാലും മതി. അതുപോലെ ഇനി വൈ വാല്യൂ എന്താ വരിക, വൈ വാല്യൂ ബി സൈൻ ടി തന്നെയാണ്. അപ്പോൾ മൈനസ് A/Eയും ബി സൈൻ ടിയും.
ജസ്റ്റ് ഡി ഡാഷും ഡിയും കണ്ടുപിടിച്ച് വെച്ചു. ഇത് മൈനസ് എ ബൈ ഇയും ബി സൈൻ ടി. ഓക്കെ, പി എന്ന കോർഡിനേറ്റ് നമ്മൾ എടുത്തതാണ്. ഡിയും ഡി ഡാഷും ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചു. നമ്മുടെ കയ്യിലുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ കോണിക് സെക്ഷൻ്റെ ഡെഫിനിഷൻ ഇതാണ്. ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസും അതായത് പി എഫും പി ഡിയും തമ്മിലുള്ള റേഷ്യോ ഫിക്സഡ് ആയിരിക്കും. അത് ഇ ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട്. പി എഫ് ബൈ പി ഡി ഈക്വൽ ടു ഇ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പി എഫ് എന്തായിരിക്കും? പി ഡി ഇങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ പി എഫ് ഈക്വൽ ടു ഇ ഇൻറ്റു പി ഡി. ഓക്കെ, ഇതിൽ ഇ അവിടെ നിൽക്കട്ടെ. പി ഡീൻ്റെ വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി പി ഡി കിട്ടിയിട്ടില്ലല്ലോ. പി ഡി പറഞ്ഞാൽ എന്താ? ഇത് ഈ ഡിസ്റ്റൻസാണ്. പി ഡി എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസാണ്. ഈ ഡിസ്റ്റൻസ് എന്താ വരിക? ഇതിൻ്റെ കോർഡിനേറ്റ്സ് എ കോസ് ടി, ഇതിൻ്റെ എ കോസ് ടി ബി സൈൻ ടി, ഇതിൻ്റെ കോർഡിനേറ്റ് എ ബൈ ഇ ബി സൈൻ ടി അല്ലേ? വൈ വാല്യൂ സെയിം അല്ലേ? അപ്പോൾ നിങ്ങൾ ഈ എക്സ് വാല്യൂസ് കുറച്ചാൽ പോരെ? ഈ ഫോമാറ്റിലല്ലേടാ. എക്സ് വൈ 1 എക്സ് വൈ 2 ഇതാണ് 2 പോയിൻറ്റ്സ് എങ്കിൽ ഡിസ്റ്റൻസ് കാണാൻ എന്ത് ചെയ്താൽ മതി? സോറി, വൈ സെയിം ആണെന്നാണല്ലോ അല്ലേ? x1 വൈയും x2 വൈയും ആയിട്ടാണ് നിങ്ങളുടെ കോർഡിനേറ്റ്സ് എങ്കിൽ ഡിസ്റ്റൻസ് കാണാൻ എന്ത് ചെയ്താൽ മതി? വൈ വാല്യൂ സെയിം അല്ലേ? കുറച്ച് കഴിഞ്ഞാൽ 0 ആയി പോകും. x2 മൈനസ് x1 ആവില്ലേ? അതായത് ഈ പി ഡി എന്ന ഡിസ്റ്റൻസ് എ ബൈ ഇയിൽ നിന്ന് എ കോസ് ടി കുറച്ചതായിരിക്കും. ഓക്കെ, എ ബൈ ഇ മൈനസ് എ കോസ് ടി ആയിരിക്കും പി ഡി എന്നുള്ള ഡിസ്റ്റൻസ്. വേണ്ടവർക്ക് സൈഡിൽ എഴുതാം, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ആ ചിത്രത്തിൽ നോക്കി എഴുതി കൊടുത്താലും മതി. പി ഡി ഈക്വൽ ടു എ ബൈ ഇ മൈനസ് എ കോസ് ടി ആണ് വരിക. കാരണം എക്സ് വാല്യൂസ് കുറച്ചാൽ മതി, വൈ വാല്യൂസ് സെയിം ആയതുകൊണ്ട്. അതേപോലെ അപ്പോൾ നമുക്ക് പി ഡീൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഇ കൊണ്ട് ബ്രാക്കറ്റിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഇ ഇൻറ്റു എ ബൈ ഇ ചെയ്ത് കഴിഞ്ഞാൽ ഇ ക്യാൻസലായി പോയിട്ട് എ ആയി മാറും. അടുത്തത് ഇ ഇൻറ്റു എ കോസ്റ്റി ചെയ്ത് കഴിഞ്ഞാൽ എ ഇ കോസ്റ്റി. ഞാൻ പി എഫ് ഈക്വൽ ടു എ മൈനസ് എ ഇ കോസ്റ്റി ഒന്നവിടെ എടുത്ത് വെച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 1. ഇതേപോലെ ഞാൻ അടുത്ത് പി എഫ് ഡാഷ് കാണാൻ പോവാം. പി എഫ് ഡാഷ് എന്നത് ഫസ്റ്റ് ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ്. ഇനി അടുത്ത് സെക്കൻഡ് ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ്. അതിന് പി എഫ് ഡാഷും പി ഡി ഡാഷും തമ്മിലുള്ള റേഷ്യോ ഇ ആയിരിക്കും എന്ന് പറഞ്ഞാൽ തുടങ്ങാമല്ലോ. അതായത് ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസും ഡയറക്ട്രസിലേക്കുള്ള ഡിസ്റ്റൻസും തമ്മിലുള്ള റേഷ്യോ ഫിക്സഡ് ആയിരിക്കും. അപ്പോൾ പി എഫ് ഡാഷ് ബൈ പി ഡി ഡാഷ് ഈക്വൽ ടു ഇ എന്ന് എഴുതാം. പി എഫ് ഡാഷ് ബൈ പി ഡി ഡാഷ് ഈക്വൽ ടു ഇ എന്ന് എഴുതിയിട്ടുണ്ട്. പി ഡി ഡാഷിനെ ഇങ്ങോട്ട് കൊണ്ടുപോകാം. പി എഫ് ഡാഷ് ഈക്വൽ ടു ഇ ഇൻറ്റു പി ഡി ഡാഷ് എന്ന് വരും. നേരത്തെ ചെയ്ത പോലെ തന്നെ പി ഡി കണ്ടുപിടിച്ച പോലെ പി ഡി ഡാഷ് എന്താണെന്ന് നോക്കി നോക്കാം. പി ഡി ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഈ ലെങ്ത്താണ്. ഈ ലെങ്ത്ത് അതെ ഇവിടെ വൈ വാല്യൂ ദേ കോസ് ടി ബി സൈൻ ടി, ഇവിടെ മൈനസ് എ ബൈ ഇ ബി സൈൻ ടി ആണ്. അപ്പോൾ കുറയ്ക്കാൻ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ ഈ എക്സ് വാല്യൂവിൽ നിന്ന് ഈ എക്സ് വാല്യൂ കുറച്ചാൽ പോരെ അല്ലേ? ഓക്കെ, അതുമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അതെ ഈ പോയിൻറ്റിൻ്റെ എക്സ് വാല്യൂ പറഞ്ഞാൽ എ കോസ്റ്റി ആണ്. ഈ പോയിൻ്റ് മൈനസ് എ ബൈ ഇ ആണ്. ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? എ ബൈ ഇ ആയിരിക്കും അല്ലേ? ഈ ഡിസ്റ്റൻസ് മൈനസ് എ ബൈ ഇ ആയതുകൊണ്ട് ഈ ഡിസ്റ്റൻസ് എ ബൈ ഇ ആയിരിക്കും. അതുപോലെ ഇവിടെ നിന്ന് ഈ പിയിലേക്കുള്ള ഡിസ്റ്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ എ കോസ്റ്റി ആയിരിക്കും. എക്സ് വാല്യൂ എങ്ങനെ വേണമെങ്കിലും ചെയ്താലും കുഴപ്പമില്ല. പി ഡി ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക എ ബൈ ഇ പ്ലസ് എ കോസ്റ്റി ആയിരിക്കും. നേരത്തെ എ ബൈ ഇ മൈനസ് എ കോസ്റ്റി ആയിരുന്നു. ഇത് എ ബൈ ഇ പ്ലസ് എ കോസ്റ്റി. ബൈ ഹെർട്ട് പഠിച്ചാലും കുഴപ്പമില്ല. എന്തായാലും പി ഡി ഡാഷിൻ്റെ വാല്യൂ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇ ഇൻറ്റു എ ബൈ ഇ പ്ലസ് എ കോസ്റ്റി. ഈ ക്യാൻസൽ ചെയ്ത് കളയാം. ബ്രാക്കറ്റിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്യാൻസലായി പോയി എ പ്ലസ് എ ഇ കോസ്റ്റി എന്ന് കിട്ടും. അതായത് പി എഫും കണ്ടുപിടിക്കുക, പി എഫ് ഡാഷും കണ്ടുപിടിക്കുക. നിങ്ങൾ സ്റ്റെപ്പുകളായിട്ട് എഴുതി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് നല്ലത്. ഫസ്റ്റ് പി എഫ് പിന്നെ പി എഫ് ഡാഷ്, ഇതാണ് ഫസ്റ്റ് 2 സ്റ്റെപ്പ്. അതിന് 1 2 ഇക്വേഷൻ കൊടുത്തു. ഇനി അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത് പി എഫ് ബൈ പി എഫ് ഡാഷ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു. മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് നിങ്ങൾ കരുതിക്കോ. പി എഫ് ബൈ പി എഫ് ഡാഷ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് പി എഫിൻ്റെ ഒരു വാല്യൂ എനിക്ക് കിട്ടി എ മൈനസ് എ ഇ കോസ്റ്റി. പി എഫ് ഡാഷിന് എ പ്ലസ് എ ഇ കോസ്റ്റി എന്ന് കിട്ടിയിട്ടുണ്ട്. ഡിവൈഡ് ചെയ്യാലോ. എ മൈനസ് എ ഇ കോസ്റ്റി ബൈ എ പ്ലസ് എ ഇ കോസ്റ്റി. ഓക്കെ, അപ്പോൾ പി എഫ് ബൈ പി എഫ് ഡാഷ് ഈസ് ഈക്വൽ ടു എ മൈനസ് എ ഇ കോസ്റ്റി ഡിവൈഡ് ബൈ എ പ്ലസ് എ ഇ കോസ്റ്റി. കണ്ടാൽ തന്നെ അറിയാം എ നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റും. ഇവിടെ തന്നെ കട്ട് ചെയ്ത് കളയാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്തോ, കുഴപ്പമില്ല. എ പുറത്തേക്ക് എടുത്തിട്ട് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ബ്രാക്കറ്റിന് ഔട്ട് സൈഡ് എടുത്തിട്ട് 2 എയും ക്യാൻസൽ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ പി എഫ് ബൈ പി എഫ് ഡാഷ് ഈസ് ഈക്വൽ ടു 1 മൈനസ് ഇ കോസ്റ്റി ഡിവൈഡ് ബൈ 1 പ്ലസ് ഇ കോസ്റ്റി. ഇതിന് ഇക്വേഷൻ നമ്പർ എ, അല്ലെങ്കിൽ എന്തോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. 3 എന്ന് കൊടുത്താലും കുഴപ്പമില്ല. ഞാനൊരു പാറ്റേണിൽ പോകാൻ വേണ്ടിയിട്ടാണ്. പി എഫ് ബൈ പി എഫ് ഡാഷ് ഈസ് ഈക്വൽ ടു ഇങ്ങനെ കിട്ടി. അതവിടെ നിൽക്കട്ടെ. നമ്മുടെ പ്രൂഫിൻ്റെ ഒരു സ്റ്റേജ് കഴിഞ്ഞു, ഒരു 40% കഴിഞ്ഞു തന്നെ പറയാം. സിമ്പിളാണ്. ഇനിയാണ് ഞാൻ ടി എന്ന പോയിൻ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആദ്യം പറഞ്ഞാലും തെറ്റൊന്നുമില്ല. അതായത് ടാൻജൻറ്റ്, നമ്മൾ ഈ ടാൻജൻറ്റിൽ നമ്മുടെ റിഫ്ലക്ഷൻ പ്രോപ്പർട്ടി ശരിക്കും എന്താ, ഇൻസിഡൻറ്റ് റേ ടാൻജൻറ്റുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളും മറ്റേതും സെയിം ആയിരിക്കണം എന്നല്ലേ? ഓക്കെ, അപ്പം ടാൻജൻറ്റ് ലൈൻ ഇവിടെ വരച്ചു എന്നിരുതാം. അത് എക്സ് ആക്സിനെ മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് ടി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിട്ടുണ്ട്. ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ടാൻജൻറ്റ് അറ്റ് പി വിത്ത് എക്സ് ആക്സിസ്. പിയിൽ വരച്ച ടാൻജൻറ്റും എക്സ് ആക്സുമായിട്ട് മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് ടി എന്ന് എടുത്തിട്ടുണ്ട്. ഇനി ടീൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. അതാണ് അടുത്ത ടാസ്ക്.
ഓക്കെ, ഇതൊന്നും നിങ്ങൾ ഇങ്ങനെയൊന്നും എഴുതണ്ട, ടു ഫൈൻഡ് ടി ഒന്നും എഴുതണ്ട. അപ്പോൾ എഴുതുകയാണെങ്കിൽ നല്ലത്, ടു ഫൈൻഡ് ടി. അപ്പോൾ ടീൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക്. അതിന് നമ്മൾ എടുക്കുന്നത് ടാൻജൻ്റ് ഇക്വേഷൻ. ഇത് ബൈ ഹെർട്ട് പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എലിപ്സിൻ്റെ ടാൻജൻ്റ് ഇക്വേഷൻ പാരാമെട്രിക് ഫോമിൽ നമ്മൾ പഠിച്ചതാണ്. എക്സ് ബൈ എ കോസ് ടി പ്ലസ് വൈ ബൈ ബി സൈൻ ടി ഈക്വൽ ടു 1 എന്നുള്ളത്. ഓക്കെ, എക്സ് കോസ് ടി ബൈ എ പ്ലസ് വൈ സൈൻ ടി ബൈ ബി ഈക്വൽ ടു 1 അങ്ങനെ പഠിച്ചാലും കുഴപ്പമില്ല. ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റ് എലിപ്സ് ഇതാണ്. അതായത് ഈ ലൈനിൻ്റെ ഇക്വേഷനാണ് എഴുതിയിട്ടുള്ളത്. വിച്ച് മീൻസ് ഈ ലൈനിൽ ഏതൊരു പോയിൻറ്റും ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ ടി എന്ന പോയിൻ്റ് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണ്ടേ? ടി എന്ന പോയിൻറ്റും ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. പക്ഷേ ടി എന്ന് പറഞ്ഞ പോയിൻ്റ് എക്സ് ആക്സിലാണ് ലൈ ചെയ്യുന്നത്. വിച്ച് മീൻസ് വൈ ഈക്വൽ ടു 0. അതിൻ്റെ വൈ വാല്യൂ 0 ആയിരിക്കും. ടി എന്ന പോയിൻ്റ് എക്സ് ആക്സിലായതുകൊണ്ട് അത് എക്സ് ആക്സായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് ആണല്ലോ. അപ്പോൾ വൈ ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് വൈ കൊടുക്കാം. വൈ ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എക്സ് ബൈ എ കോസ് ടി പ്ലസ് ഇത് വൈ ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞിട്ട് മൊത്തം 0 ആയി പോകും. പ്ലസ് 0 ഈക്വൽ ടു 1. ഇനി എക്സ് ബൈ എ കോസ് ടി ഈക്വൽ ടു 1 എന്ന് വരും. ഇതൊന്ന് എക്സ് വാല്യൂ കിട്ടണമല്ലോ. അതിന് കോസ് എ ആദ്യം കൊണ്ടുപോകാം. എ മുകളിൽ വരും, കോസ് ടി താഴെയും വരും. അപ്പോൾ എ ബൈ കോസ് ടി എന്ന് വരും. ഇൻ ഷോർട്ട് ടീൻ്റെ കോർഡിനേറ്റ്സ് വൈ വാല്യൂ 0 ആയിരിക്കും, എക്സ് വാല്യൂ എ ബൈ കോസ് ടി. ദാറ്റ് ഈസ് ടി ഈസ് മൈനസ് എ ബൈ കോസ് ടി, ടി ഈസ് എ ബൈ കോസ് ടി, 0. ഇതാണ് ടീൻ്റെ കോർഡിനേറ്റ്സ്. അടുത്ത ടാസ്ക് ടീൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കലായിരുന്നു. എ ബൈ കോസ് ടി 0 എന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ടി കിട്ടി, എ ബൈ കോസ് ടി 0 എന്ന് പറഞ്ഞിട്ട്. ഇനി അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത് ടി എഫ് എന്ന ലെങ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യും. അതുപോലെ ടി എഫ് ഡാഷും കാൽക്കുലേറ്റ് ചെയ്യും. ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ് ടാൻജൻറ്റ് ഈ ടി എന്ന പോയിന്റിൽ നിന്ന് ഫസ്റ്റ് ഫോക്കസിലേക്ക് സെക്കൻഡ് ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ടീൻ്റെ കോർഡിനേറ്റ്സ് ഞാൻ ഇവിടെയും കൂടെ എഴുതുന്നു കേട്ടോ. എ ബൈ കോസ് ടി, 0 അല്ലേ. ആദ്യം ടി എഫ് എഴുതാം. കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം, നോക്കി നോക്ക്. എക്സ് ആക്സിലെ 2 പോയിൻറ്റ്സ് അല്ലേ. അപ്പോൾ ആ എക്സ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. എ ബൈ കോസ് ടി മൈനസ് എ ഇ ആയിരിക്കില്ലേ ടി എഫ്. അപ്പോൾ അത്രേ എഴുതിയുള്ളൂ. ടി എഫ് ഈക്വൽ ടു എ ബൈ കോസ് ടി മൈനസ് എ ഇ. കാരണം ഫസ്റ്റ് ഫോക്കസിൻ്റെ എ ഇ 0 ആണ്. അപ്പോൾ എ ബൈ കോസ് ടി മൈനസ് എ ഇ ചെയ്ത് കഴിഞ്ഞാൽ ടി എഫിൻ്റെ ഡിസ്റ്റൻസ് കിട്ടും, അല്ലെങ്കിൽ ലെങ്ത്ത് കിട്ടും. ഇനി അത് ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിരിക്കുക കേട്ടോ. അത് എ മൈനസ് എ ഇ കോസ് ടി, കോസ് ടി കൊണ്ട് പോയി കഴിഞ്ഞാൽ എ മൈനസ് എ ഇ കോസ് ടി ബൈ കോസ് ടി എന്ന് വരും. ടി എഫ് കിട്ടി, അവിടെ ഇരിക്കട്ടെ. അതുപോലെ ടി എഫ് ഡാഷും കൂടെ കാണാം. ഓക്കെ, എ ബൈ കോസ് ടി മൈനസ് എ ഇ അങ്ങനെയല്ലേ വരില്ലേ? ഇത്രയേ ഉള്ളൂ. എ ബൈ കോസ് ടി ഇത് എവിടെ ഉണ്ട്, എഫ് ഡാഷ് ഇത് എവിടെയാണ്. അതായത് എ ബൈ കോസ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിൻ വരെ എ ബൈ കോസ് ടി ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കും. മൈനസ് എ ഇയിലേക്കുള്ള ഡിസ്റ്റൻസ് എ ഇ ആണ്. ഇൻ ഷോർട്ട് എ ബൈ കോസ് ടി പ്ലസ് എ ഇ അല്ലേ വരിക. അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചോ എ ബൈ കോസ് ടി മൈനസ് എ ഇ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടി എഫ് ഡാഷിൻ്റെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ലെങ്ത്ത് വരിക എ ബൈ കോസ് ടി പ്ലസ് എ ഇ ആണ്. അവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എ പ്ലസ് എ ഇ കോസ് ടി ബൈ കോസ് ടി എന്ന് വരും. എനിക്ക് ടി എഫും കിട്ടി, ടി എഫ് ഡാഷും കിട്ടി. നേരത്തെ പി എഫും പി എഫ് ഡാഷും കണ്ടുപിടിച്ച പോലെ, നേരത്തെ ചെയ്ത പോലെ തന്നെ പി എഫ് ബൈ പി എഫ് ഡാഷ് ചെയ്ത പോലെ ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്നത് ടി എഫ് ബൈ ടി എഫ് ഡാഷ് ആണ്. കാരണം എനിക്ക് ടി എഫും കിട്ടി, ടി എഫ് ഡാഷും കിട്ടി. നോക്കിയാൽ മനസ്സിലാവും രണ്ടിൻ്റെ ഡിനോമിനേറ്ററുകൾ സെയിമാണ്. ഫസ്റ്റത്തെ എ മൈനസ് എ ഇ കോസ് ടി ബൈ കോസ് ടി ആണ്. രണ്ടാമത്തത് എ പ്ലസ് എ ഇ കോസ് ടി ബൈ കോസ് ടി ആണ്. രണ്ട് ഡിനോമിനേറ്റർ ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ, നിങ്ങൾക്ക് സ്റ്റെപ്പുകൾ ചുരുക്കാൻ വേണ്ടിയിട്ട് ഡയറക്റ്റായിട്ട് ആൻസറിലേക്ക് പോകാം കേട്ടോ. ഇവിടെ അത്രയൊന്നും വലിച്ചു നീട്ടി എഴുതണമെന്നില്ല. ഇനി രണ്ട് ഡിനോമിനേറ്ററും പോയി കഴിഞ്ഞാൽ എ മൈനസ് എ ഇ കോസ് ടി മുകളിൽ വരും, എ പ്ലസ് എ ഇ കോസ് ടി താഴെ വരും. രണ്ടിടത്തും എ കോമൺ ആയിട്ടുണ്ട്, അത് ക്യാൻസൽ ആക്കി കളയാം. അത് നേരത്തെ കണ്ടതാണ്. അപ്പോൾ ഇൻ ഷോർട്ട് നമുക്ക് എന്താ കിട്ടിയത്? ടി എഫ് ബൈ ടി എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു 1 മൈനസ് ഇ കോസ് ടി ബൈ 1 പ്ലസ് ഇ കോസ് ടി. ഇതുപോലെ എന്തോ നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അതിന് എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് പി എഫ് ബൈ പി എഫ് ഡാഷ്. ഇതന്നെയല്ലേ അതും 1 മൈനസ് ഇ കോസ് ടി ബൈ 1 പ്ലസ് ഇ കോസ് ടി. ഓക്കെ, അപ്പോൾ ഒരു കാര്യം കൺക്ലൂഡ് ചെയ്യാം. രണ്ടും 1 മൈനസ് ഇ കോസ് ടി ബൈ 1 പ്ലസ് ഇ കോസ് ടി ആണെങ്കിൽ ഫ്രം എ ആൻഡ് ബി എന്ന് പറഞ്ഞിട്ട് പി എഫ് ബൈ പി എഫ് ഡാഷും ടി എഫ് ബൈ ടി എഫ് ഡാഷും സെയിം ആണെന്ന് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മൾ ഫസ്റ്റ് ക്ലെയിം ചെയ്യുന്നത്. പി എഫ് ബൈ പി എഫ് ഡാഷ് ഈസ് ഈക്വൽ ടു ടി എഫ് ബൈ ടി എഫ് ഡാഷ്. രണ്ടും സെയിം ആണല്ലോ. പക്ഷേ അങ്ങനെയല്ല നമുക്ക് ആവശ്യം. നമുക്ക് ചെറിയൊരു മാനിപ്പുലേഷൻ, ടി എഫിനെ അങ്ങോട്ട് കൊണ്ടുവരിക, പി എഫ് ഡാഷിനെ അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ എന്താവും? പി എഫ് ബൈ ടി എഫ് ഈക്വൽ ടു പി എഫ് ഡാഷ് ബൈ ടി എഫ് ഡാഷ്. ഇതാണ് മെയിൻ ഹൈലൈറ്റ്. ഇത് വെച്ചിട്ടാണ് പ്രൂഫ് ബാക്കി ചെയ്യുന്നത്. ഒരു 65% ആയി. ഓക്കെ, ഇനി ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകളേ ഉള്ളൂ, പ്രൂഫ് കംപ്ലീറ്റ് ആവും. ഓക്കെ, ഈ റിലേഷൻ മറക്കണ്ട. പി എഫ് ബൈ ടി എഫ് ഈക്വൽ ടു പി എഫ് ഡാഷ് ബൈ ടി എഫ് ഡാഷ്. ഇനി നമ്മൾ ചെറിയ ഹൈസ്കൂൾ ലെവലിൽ പഠിക്കുന്ന ഒരു കൺസെപ്റ്റാണ് ഒരു സൈൻ ഫോർമുല. ഇതൊന്നും നിങ്ങൾ പ്രൂഫിൽ ഉൾപ്പെടുത്തണ്ട കേട്ടോ. സൈൻ ഫോർമുല എന്ന് പറഞ്ഞിട്ട്, അതായത് എ ബി സി എന്നൊരു ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ അതിൽ ഈ ആംഗിൾ ഞാൻ ക്യാപിറ്റൽ എ എന്ന് എടുത്തിട്ടുണ്ട്, ഈ ആംഗിൾ ക്യാപിറ്റൽ ബി, ഈ ആംഗിൾ ക്യാപിറ്റൽ സി ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എ,
ബീൻ്റെ ഓപ്പോസിറ്റ് സൈഡ് സ്മോൾ ബി, സീൻ്റെ ഓപ്പോസിറ്റ് സൈഡ് സ്മോൾ സി ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻ ഉണ്ട്. അറിയാത്തവർ കേൾക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും കേൾക്കുക. അങ്ങനെ ഒരു റിലേഷൻ ഉണ്ട്, അത് സൈൻ ഫോർമുല എന്ന് പറയും. A/sin A ഈക്വൽ ടു B/sin B ഈക്വൽ ടു C/sin C. ഈ ഇക്വാലിറ്റി ഹോൾഡ് ചെയ്യും. അത്രയും പഠിച്ചു വെച്ചാൽ മതി. ഇവിടെ നമ്മൾ യൂസ് ചെയ്യണത് ഇങ്ങനെയാണ്. ഞാൻ ഇത് C/sin C തൽക്കാലം വേണ്ട കേട്ടോ, ഞാനത് എഴുതിയോ മുഴുവൻ എഴുതിയെന്നേ ഉള്ളൂ. ഈ ബീനെ അങ്ങോട്ട് കൊണ്ടുവന്നു, sin A അങ്ങോട്ട് കൊണ്ടുപോയി, നേരത്തെ ചെയ്ത പോലെ ചെയ്തു എന്ന് കഴിഞ്ഞാൽ എന്താ വരിക? A/B ഈക്വൽ ടു sin A/sin B എന്ന് പറഞ്ഞൂടെ? ബീനെ അങ്ങോട്ട് കൊണ്ടുവന്നു, sin A അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ട ഫോമാറ്റ്. സൈൻ ഫോർമുലയെന്ന് ഞാൻ ഡയറക്റ്റായിട്ട് എഴുതി കഴിഞ്ഞാൽ പലർക്കും കത്തില്ല, അതുകൊണ്ടാണ് ഞാൻ സൈൻ ഫോർമുല ഒന്ന് പറഞ്ഞ് ഓർമ്മിപ്പിച്ചത്. അപ്പോൾ A/B ഈക്വൽ ടു sin A/sin B എന്ന് പറയാം. ഇതിൽ A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ എൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, സ്മോൾ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ ബീൻ്റെ ഓപ്പോസിറ്റ് സൈഡ്. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെക്കാം കേട്ടോ, ഇത് നമ്മൾ ഇനി യൂസ് ചെയ്യാൻ പോവാം. ഓക്കെ, അതൊന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. ഇനി ട്രയാങ്കിൾ PFT കൺസിഡർ ചെയ്യാം. അതെ, രണ്ട് ട്രയാങ്കിളിൽ നമ്മൾ ഇത് അപ്ലൈ ചെയ്യാൻ പോവാണ്. ട്രയാങ്കിൾ PFT, അതെ ഇതാണ് ട്രയാങ്കിൾ PFT, കാണാമല്ലോ. അതിൽ ഞാൻ കാരണം PF/TF ഇതാണ് നമ്മുടെ കയ്യിലുള്ള ഫോർമുല. PF/TF A ആയിട്ട് PFും B ആയിട്ട് TF എടുത്തു നിർത്താം. ഇതാണ് എൻ്റെ സ്ഥാനത്ത് കേട്ടോ, ഇത് ബീൻ്റെ സ്ഥാനത്തും. ഓക്കെ, അപ്പോൾ PF എന്ന സൈഡ് ഇനി ശ്രദ്ധിക്കാം കേട്ടോ, ഇനി മാറിപ്പോവും. PF എന്ന സൈഡിന് ഓപ്പോസിറ്റുള്ള ആംഗിൾ ഏതാ? ആംഗിൾ T അഥവാ PTF. ഓക്കെ, എങ്ങനെ എഴുതാമല്ലോ എനിക്ക്? അപ്പോൾ സൈൻ ഓഫ് ആംഗിൾ PTF. ഇനി വെറും T എന്ന് എഴുതി കഴിഞ്ഞാൽ തെറ്റുമെന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ തന്നെ കൊടുത്തത്. സൈൻ, അതായത് PFൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ T ആണ്, അതായത് PTF, സൈൻ PTF എഴുതി. ഇനി TFൻ്റെ ഓപ്പോസിറ്റ് എന്താ? TF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓപ്പോസിറ്റ് എന്താണ്? TPF അല്ലേ? TFൻ്റെ ഓപ്പോസിറ്റ് TPF ആണ്. ട്രയാങ്കിൾ PFT ആട്ടോ ഞാൻ കൺസിഡർ ചെയ്തത്. അതിലപ്പോൾ സൈൻ ആംഗിൾ PTF മുകളിൽ, ആംഗിൾ TPF താഴെ, PF/TF. അടുത്തത് ഞാൻ PF/TF കഴിഞ്ഞ് PF'/TF'. PF'/TF' കിട്ടാൻ വേണ്ടിയിട്ട് PF' പറഞ്ഞ ലൈൻ ഇതാണ്, TF' പറഞ്ഞ ലൈൻ ഇതുമാണ്. അപ്പോൾ ഞാൻ ഏത് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യേണ്ടി വരും? PF'. നേരത്തെ PFT ആയിരുന്നു എടുത്തിരുന്നത്, ഇനി PF'. അപ്പോൾ ഞാൻ ട്രയാങ്കിൾ PF'. കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അത് PF'/TF' ഒന്ന് ചെയ്ത് നോക്കാം എന്താ വരിക എന്നുള്ളത്. PF'/TF' അല്ലേ? PF' പറഞ്ഞ ലൈന് ഇതാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഏതാ? ഈ T തന്നെയാണ്, അതായത് PTF'. ഓക്കെ, PF'-ൻ്റെ ഓപ്പോസിറ്റ് T, അതായത് സൈൻ ഓഫ് PTF'. സൈൻ ഓഫ് PTF' മുകളിൽ, താഴെ TF'-ൻ്റെ ഓപ്പോസിറ്റ് എന്താ? TF' പറഞ്ഞു കഴിഞ്ഞാൽ TF'. ഓപ്പോസിറ്റ് ആംഗിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഈ വലിയ ആംഗിളാണ്, TPF'. സോ സൈൻ ഓഫ് ആംഗിൾ TPF'. നിങ്ങൾക്ക് അതിന് എന്തെങ്കിലും പേര് കൊടുക്കണമെങ്കിൽ കൊടുക്കാം കേട്ടോ, എന്നാൽ പിന്നെ കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആവും തോന്നുന്നു. അതിന് കൊടുത്തിട്ട് എഴുതി നോക്ക്. കുറച്ചും കൂടെ നിങ്ങൾക്ക് ഈ ആംഗിൾ ഇങ്ങനെ 3 ലെറ്റേഴ്സിലൊക്കെ എഴുതുമ്പോൾ നമുക്ക് ഭയങ്കര വിയേർഡായിട്ടൊക്കെ തോന്നും. ഇനി ലെറ്റർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുത്ത് എഴുതിക്കോ, തെറ്റിക്കായിരുന്നാൽ മതി. ഇനി നോക്കി നോക്കടാ, PF/TFനും PF'/TF' നമുക്ക് ഒരു സൈനിൻ്റെ ഫോമാറ്റിലൊരു ഫോർമുലകൾ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾക്കറിയാം PF/TFും PF'/TF' ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് എന്ത് പറയാം? ഈ ഒരു സൈനിൻ്റെ റേഷ്യോയും ഈ സൈനിൻ്റെ റേഷ്യോയും ഈക്വൽ ആണെന്ന് പറഞ്ഞൂടെ? സൈൻ ആംഗിൾ PTF/സൈൻ ആംഗിൾ TPF ഈക്വൽ ടു സൈൻ ആംഗിൾ PTF' ഡിവൈഡ് ബൈ സൈൻ ആംഗിൾ TPF'. ഓക്കെ, ഇനി അതിൽ രണ്ട് ആംഗിൾ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും, PTFും PTF'. PTF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഈ ആംഗിളാണ്, PTF' പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആംഗിളാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ സൈൻ ആംഗിൾ PTF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിക്സഡ് വാല്യൂ ആയിരിക്കും, അതേ വാല്യൂ തന്നെ ആയിരിക്കും സൈൻ ആംഗിൾ PTF'. PTFും PTF' സെയിം ആയതുകൊണ്ടേ അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് കളഞ്ഞൂടെ? ബാക്കി എന്തുണ്ടാവുള്ളൂ? താഴത്തെ ഡിനോമിനേറ്റർ മാത്രമേ ഉണ്ടാവുള്ളൂ. സൈൻ ആംഗിൾ TPF ഈക്വൽ ടു സൈൻ ആംഗിൾ TPF'. 1/എന്നാണ് വരിക, പക്ഷേ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേ ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആവണ്ടേടാ. അപ്പോൾ ഒരു കാര്യം നമുക്കിതൊന്ന് കൺക്ലൂഡ് ചെയ്യാം. സൈൻ ആംഗിൾ TPF ഈക്വൽ ടു സൈൻ ആംഗിൾ TPF'. ഒരു 80% കഴിഞ്ഞു. ഓക്കെ, ലാസ്റ്റ് പോർഷൻ. അപ്പോൾ നമുക്ക് കിട്ടിയത് ഇതാണ്, സൈൻ ആംഗിൾ TPF ഈക്വൽ ടു സൈൻ ആംഗിൾ TPF' എന്ന്. ഇനി എന്താണ് ആ TPFും TPF'? TPF ഇതല്ലേ? ഓക്കെ, പ്രൂഫ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നു. നമുക്കിവിടെ സൈൻ ഓഫ് സം ആംഗിൾ ഈക്വൽ ടു സൈൻ ഓഫ് അനദർ ആംഗിൾ.
സൈൻ എക്സ് ഈക്വൽ ടു സൈൻ വൈ ആവണമെങ്കിൽ രണ്ട് സൈൻ വാല്യൂസ് ഈക്വൽ ആവണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ രണ്ട് ആംഗിളും ഈക്വൽ ആയിരിക്കണം. എക്സും വൈയും സെയിം ആംഗിൾ ആയിരിക്കണം. അതായത് സൈൻ 45 സെയിം ആണല്ലോ. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ രണ്ട് ആംഗിളും ഈക്വൽ ആണോ? ടി പി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആംഗിളാണ്, ഈ ചെറിയ ആംഗിളാണ്. ടി പി എഫ് ഡാഷ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വലിയ ആംഗിളാണ്. രണ്ട് ആംഗിൾ എങ്ങനെയാണ് സെയിം ആവണം? അപ്പോൾ എന്തായാലും അതല്ല. വേറൊരു രീതിയിലും കൂടെ സൈൻ വാല്യൂസ് ഈക്വൽ ആവാം. എങ്ങനെയാണ്? സൈൻ പൈ മൈനസ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് ആണല്ലോ സെക്കൻഡ് ക്വാഡ്രൻറ്റ്. അപ്പോൾ സൈൻ പൈ മൈനസ് എക്സ് സൈൻ എക്സ് ആണെന്നുള്ളത് അറിയുന്നവർ അങ്ങനെ ഓർത്ത് വയ്ക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ബൈ ഹേർട്ട് പഠിക്കുക. +2 അല്ലെങ്കിൽ +1 ട്രിഗണോമെട്രിയാണ്. അപ്പോൾ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈ മൈനസ് എക്സ് ആയാലും മതി. രണ്ടാമത്തെ ആംഗിൾ പൈ മൈനസ് എക്സ് ആണെങ്കിലും സൈൻ വാല്യൂസ് ഈക്വൽ ആയിരിക്കും. അതാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ രണ്ട് ആംഗിളും ഈ ആംഗിളും ഡിഫറൻ്റ് ആണെന്ന് നമുക്കറിയാം. അതായത് ആംഗിൾ ടി പി എഫ് ഡാഷും ഡിഫറൻ്റ് ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് എന്തായാലും എക്സ് ഈക്വൽ ടു വൈ എന്നുള്ള കേസ് നടക്കില്ല. ഒറ്റ കേസ് നടക്കുള്ളൂ. ഈ ആംഗിള് പൈ മൈനസ് ഈ ആംഗിളായിരിക്കണം. ഓക്കെ, ഇറ്റ്സ് ഇംപ്ലൈസ് ആംഗിൾ ടി പി എഫ് മസ്റ്റ് ബി ഈക്വൽ ടു പൈ മൈനസ് ആംഗിൾ ടി പി എഫ് ഡാഷ്. അങ്ങനെ പറയാലോ? ഓക്കെ, ഇവിടെ ഇരിക്കട്ടെ. ആംഗിൾ ടി പി എഫ് ഈക്വൽ ടു പൈ മൈനസ് ആംഗിൾ ടി പി എഫ് ഡാഷ്. കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. ടി പി എഫിൻ്റെ വാല്യൂ, അതായത് ടി പി എഫിൻ്റെ വാല്യൂ ആണ് ഇപ്പോൾ നമ്മൾ ബോക്സിലാക്കി വെച്ചിട്ടുള്ളത്. ടി പി എഫ് ഈ വാല്യൂ. ഓക്കെ, നിങ്ങൾ നോക്കി നോക്ക്. ടാൻജൻറ്റുമായിട്ട് ഇൻസിഡൻറ്റ് റേ ഉണ്ടാക്കുന്ന ആംഗിളാണ് ടി പി എഫ് അല്ലേ? ടാൻജൻ്റാണ് ഇത്, ഇൻസിഡൻറ്റ് റേ ആണിത്. ടി പി എഫ് അതാണ്. ഓക്കെ, ഇനി റിഫ്ലക്റ്റഡ് റേ, അതായത് ഏതാ? അതെ, റിഫ്ലക്റ്റഡ് റേ ഇതാണ്. ടാൻജൻറ്റുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ഏതാ? അതെ, ഈ ആംഗിളിന് പക്ഷേ പി എന്ന പോയിൻ്റാണ് ഇത്. എഫ് ഡാഷും പി ഉണ്ട്, പക്ഷേ ഇവിടെ ഒരു പോയിന്റ് ഇല്ല അല്ലേ? നമുക്ക് ജസ്റ്റ് ടി ഡാഷ് എന്നിട്ട് കൊടുക്കാം. അപ്പോൾ ഫിഗറിൽ അതും കൂടെ ടി ഡാഷ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു പോയിന്റിൽ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ടെക്സ്റ്റിൽ വേറെ കോംപ്ലിക്കേറ്റഡ് ആയ രീതിയിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് അവിടെ ടി ഡാഷ് കൊടുത്തത്. ഓക്കെ, അപ്പോൾ ഞാൻ ടി ഡാഷ് പി എഫ് ഡാഷും കൂടെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക ചിത്രത്തിൽ. ടി ഡാഷ് പി എഫ് ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? ഒന്ന് ആലോചിച്ച് നോക്കടാ. ടി ഡാഷ് പി എഫ് ഡാഷ്, ദേ ഈ ചെറിയ ആംഗിളാണ് വേണ്ടത്. ഈ മൊത്തം ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈ അല്ലേ? അത് 180 അല്ലേ? 180യിൽ നിന്ന് ഈ ഒരു കഷ്ണം കുറച്ചാൽ നമുക്ക് ഈ കഷ്ണം കിട്ടൂലേ? ഓക്കെ, 180യിൽ നിന്ന് ഈ ഒരു കഷ്ണം കുറച്ച് കഴിഞ്ഞാൽ ഈ കഷ്ണം കിട്ടുമല്ലോ. അപ്പോൾ പൈ മൈനസ് ഈ കഷ്ണം, അതായത് ആ കഷ്ണം എന്താണ്? ടി പി എഫ് ഡാഷ്. പൈ മൈനസ് ടി പി എഫ് ഡാഷിനല്ലേ അതും വരിക. ഓക്കെ, 180 ആണ് ഇത് മൊത്തം. അതിൽ നിന്ന് ഈ കഷ്ണം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഈ ഭാഗം കിട്ടും. സോ പൈ മൈനസ് കഷ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി പി എഫ് ഡാഷ് ആണ്. അപ്പോൾ നമുക്ക് ആംഗിൾ ടി പി എഫ് ഡാഷും പൈ മൈനസ് ടി പി എഫ് ഡാഷ് എന്ന് എഴുതാം. നിങ്ങൾ രണ്ട് ബോക്സിൽ എഴുതി നോക്കി നോക്ക്. ആംഗിൾ ടി പി എഫും പൈ മൈനസ് ടി പി എഫ് ഡാഷാണ് വന്നത്. ടി ഡാഷ് പി എഫ് ഡാഷും പൈ മൈനസ് ടി പി എഫ് ഡാഷാണ് വന്നത്. സോ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം ആംഗിൾ ടി പി എഫ് ഈക്വൽ ടു ആംഗിൾ ടി ഡാഷ് പി എഫ് ഡാഷ്. ഈ ആംഗിളും ഇൻസിഡൻ്റ് ആംഗിളും റിഫ്ലക്റ്റഡ് ആംഗിളും ടാൻജൻറ്റുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ സെയിം ആണെന്നല്ലേ കിട്ടിയത്? ആംഗിൾ ഓഫ് ഇൻകമ്മിങ് ലൈറ്റ് വിത്ത് ടാൻജൻറ്റ്, അതായിരുന്നു ഇത്, ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്റ്റഡ് ലൈറ്റ് വിത്ത് ടാൻജൻറ്റ്. അത് രണ്ടും ഈക്വലാണെന്ന് കിട്ടിയില്ലേ? അതല്ലേ റിഫ്ലക്ഷൻ പ്രോപ്പർട്ടി. ഓക്കെ, പക്ഷേ പലർക്കുള്ള ഡൗട്ടായിരിക്കും എലിപ്സിൻ്റെ റിഫ്ലക്ഷൻ പ്രോപ്പർട്ടി ഇതല്ലല്ലോ എന്ന്. പക്ഷേ നിങ്ങൾ ഇത് പ്രൂവ് ചെയ്താൽ മതി. ഇതിൽ തന്നെ പ്രൂഫ് ഉണ്ട്. ഇത് സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ലൈന് അല്ലെങ്കിൽ ഈ റേ, ഫോക്കസ് എന്നുള്ള ഈ റേ ഈ അടുത്ത ഫോക്കസിലൂടെ തന്നെ പാസ് ചെയ്യണം, എന്നാലേ ഇത് സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. അങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. നിങ്ങളോട് പ്രൂഫ് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും പ്രൂവ് ചെയ്ത് വെച്ച് കൊടുക്കുക. വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. ഞാനിങ്ങനെ വലിച്ചു നീട്ടി എഴുതുന്നേ ഉള്ളൂ. ഇതിൽ വേണ്ട മാത്രം ഒരുപാട് വലിച്ചു നീട്ടാതെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതിൻ്റെ ഒരു മെയിൻ ആപ്ലിക്കേഷൻ ജസ്റ്റ് സിമ്പിളായിട്ടൊന്ന് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. സ്നൂക്കർ പ്ലെയേഴ്സ് ഇല്ലേ, അത് നമ്മുടെ ഒരു ബോർഡിൻ്റെ മുകളിൽ ബോളുകൾ ഇങ്ങനെ ഉരുട്ടി കളിക്കുന്ന ഒരു കോലുകൊണ്ട് ഇങ്ങനെ തട്ടിയിട്ട്. ഓക്കെ, സ്നൂക്കർ പ്ലെയേഴ്സിന് ഇത് ഭയങ്കര ആപ്ലിക്കബിളാണ്. അതിപ്പോൾ എങ്ങനെയെന്നൊക്കെ ആലോചിക്കുന്നുണ്ടാവും. അത് തൽക്കാലം അങ്ങനെയൊന്നും ആലോചിക്കേണ്ട. ഇപ്പോൾ ഒരു കേസ് വന്നു കരുതുക. ഒരു എലിപ്റ്റിക്കൽ ഷേപ്പിലാണ് നമ്മുടെ സ്നൂക്കർ ബോർഡ് എന്ന് കരുതുക. ഒരു ഫോക്കസിലാണ് നിങ്ങൾക്ക് അറിയാലോ, ഒരു കോലുകൊണ്ട് ഇങ്ങനെ തട്ടിയിട്ട് ഒരു നമ്മൾ ക്യാരംസ് കളിക്കുന്ന പോലെ തന്നെ വെള്ള ബോളും കൊണ്ട് തട്ടിയിട്ട് മറ്റ് ബോളുകളൊക്കെ വീഴ്ത്തുക. ഓക്കെ, ഇതാണ് ഒരു ഫോക്കസ് എന്ന് കരുതുക. മറ്റൊരു ഫോക്കസ്, ഈ ഫോക്കസിലാണ് ആ വെള്ള ബോൾ നിൽക്കുന്നത്. അതായത് നമുക്ക് എന്താ പറയുക, നമ്മുടെ സ്ട്രൈക്കറായിട്ട് തന്നെ കരുതാം. സ്നൂക്കർ ബോൾ എന്ന് പറയും. സ്നൂക്കർ ബോളാണ് ഇവിടെ നിൽക്കുന്നതെന്ന് കരുതാം ഒരു ഫോക്കസിൽ. ടാർഗറ്റ് ബോൾ ഇവിടെ നിൽക്കണമെന്ന് കരുതാം രണ്ടാമത്തെ ഫോക്കസിൽ. അപ്പോൾ സ്നൂക്കർ ബോൾ കൊണ്ട് നമുക്ക് ഈ ടാർഗറ്റ് ബോളിനെ ഹിറ്റ് ചെയ്യണമല്ലോ, അല്ലെങ്കിൽ അതിനൊരു
ഇത് ഒരു ഫോക്കസിലും സ്നൂക്കർ ബോൾ ഒരു ഫോക്കസിലും മറ്റേത് മറ്റേ ഫോക്കസിലും ആണെന്നുണ്ടെങ്കിൽ ആ പ്ലെയർ എങ്ങനെ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാലും എവിടേക്ക് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇത് കൂടെ തന്നെ പാസ് ചെയ്യുള്ളൂ. അതായത് ഈ ടാർഗറ്റിനെ ടച്ച് ചെയ്യും. നോ മാറ്റർ വാട്ട് ഡയറക്ഷൻ ഹി ഹിറ്റ്സ് ദ ബോൾ, ഇറ്റ് വിൽ റീച്ച് ദ ടാർഗറ്റ്. ഓക്കെ, എങ്ങോട്ട് തട്ടിക്കഴിഞ്ഞാൽ, അതായത് ഈ ഫോക്കസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോക്കസിലൂടെ പാസ് ചെയ്യും. അത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ പറഞ്ഞതേ ഉള്ളൂ. പ്രൂഫ് വൃത്തിയായിട്ടൊന്ന് എഴുതി പഠിച്ചോ. ഓക്കെ, ബാക്കി റിഫ്ലക്ഷൻ പ്രോപ്പർട്ടിയും കൂടെ പറയാം.